ഉരുൾപൊട്ടലിലും പ്രളയത്തിലും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ രക്ഷിക്കാൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ കൂലി ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ. വയനാട് ഉരുൾപൊട്ടൽ നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ₹1 പോലും കേരളത്തിന് നൽകാത്ത യൂണിയൻ സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. രാഷ്ട്രീയപരമായിട്ട് അവർ നമ്മളെ ഇവിടെ ഭരിക്കുന്നത് വേറെ പാർട്ടി ആയതുകൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് അവർ എന്തെങ്കിലും ഒരു എതിർപ്പ് എന്തെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ ഈ രീതിയിൽ അവരതങ്ങ് തീർക്കുകയാണ്, കരിപ്പ് തീർക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത് നല്ല ഒരു നടപടിയല്ല അത്. അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റു രാജ്യത്തിലെ സേവനങ്ങൾക്ക് പുറകെ പോകാറുണ്ട്. പൈസ കൊടുത്ത് അവർ ചെയ്തു തരൂലേ ഇല്ലേ? അങ്ങനെ തോന്നി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യേണ്ട കൺട്രി നമ്മുടെ സ്വന്തം കൺട്രി, നമ്മൾക്ക് എപ്പോഴും സഹായം തരേണ്ട കൺട്രിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം വന്നാൽ കൈത്താങ്ങായിട്ട് നിൽക്കേണ്ടതിന് പകരം കയ്യിൽ നിന്ന് വലിച്ചു പറിച്ച് കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ ഈ കേരളവും ഈ തമിഴ്നാടും എന്നൊക്കെ പറഞ്ഞ BJP അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണോ അങ്ങനൊരു പ്രതികരണം വന്നതെന്ന് നമുക്കറിയില്ല. വേറൊന്നും പറയാനില്ല, എനിക്കൊന്നും എന്താ അറിയാനും പാടില്ല. ഇതൊരു സഹായം ചെയ്ത് അങ്ങനെ തിരിച്ച് ചോദിക്കണത് ശരിയല്ലല്ലോ. കേരളം ഏതെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അരിയുടെ പൈസ ഉൾപ്പെടെ തിരിച്ചു മേടിച്ചിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന സർക്കാരെയാണ് നമ്മൾ കണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഇപ്പറയുന്ന ഈ സമയത്ത് ഉൾപ്പെടെ വയനാടിൻ്റെ ദുരന്തത്തെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള P. മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്. കേവലം വയനാട്ടിൽ വന്ന് ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് PR വർക്ക് എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ഒരു സഹായവും തരുന്നില്ല. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാടിനോട് കാണിച്ചിട്ടുള്ള സമീപനം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇത്രയേറെ ദുരന്തം ഉണ്ടായിട്ടും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ ആവശ്യമായ സഹായം ചെയ്യാനോ ഇന്ന് വരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ശക്തമായ പ്രതിഷേധമുണ്ട്. കേന്ദ്രത്തോട് നമ്മൾ വെറുതെ ചോദിച്ചതല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് തീർത്തും നിരസിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും പല മുടന്ത ന്യായങ്ങളും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. അതിനോടുമല്ല, കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന ചെലവ് കേരളം വഹിക്കണമെന്നാണ് അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം ഇതൊന്നും നോക്കാണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സാധാരണ സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുന്നത്. നല്ല രാഷ്ട്രീയത്തിനതീതമായി നല്ല രീതിയിലൊന്ന് കേന്ദ്രം കേരളത്തിൽ നോക്കിക്കാണണമെന്നാണ് പറയാനുള്ളത്. മോദി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ മരിച്ചാലും നമ്മൾ മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ മരിച്ചൊരു സംഭവത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇതും കേന്ദ്ര സർക്കാർ കാണിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ശത്രു രാജ്യത്തോട് പോലും നമ്മളൊന്നും ഇങ്ങനെ ചെയ്തൊരു രാജ്യവും ചെയ്തൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. ആ ദുരിതത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണോ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അത്രയും മനുഷ്യരെ ബാധിച്ച 400ഓളം മനുഷ്യർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മനുഷ്യരെ അത് അതിലേറെ വലുതായി ബാധിച്ചിട്ടുണ്ടാകും. അത്രയും മനുഷ്യരോട് കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് പോലെ ഒരു ഇടപെടലാണ്. ഇവിടെ നിന്ന് നാട് വിട്ടു പോകണോ, അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്ന് നമ്മളിപ്പോൾ ചേട്ടൻ തന്നെ പറയാം, എന്തിനൊക്കെ ചെയ്തിട്ട് എന്താ കാര്യമുണ്ട്? ഒരു കാര്യമില്ല, ഒരുത്തരും തിരിച്ചു നോക്കാൻ പോകണം. കേരളത്തെ പൂർണ്ണമായി കേരളം ഇന്ത്യയിലല്ല എന്നുള്ള മട്ടിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ആദ്യമായിട്ടല്ല. 2018-ലും 2019-ലും പ്രളയം വന്ന സമയത്ത് പോലും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ കേരളത്തിന് പല സഹായഹസ്തങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് തടഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിറ്റമ്മനെയാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ഇവിടെ ഒരു സീറ്റ് പോലും പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ധാർഷ്ട്യം അവർക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയോ ഒരു സീറ്റ് അവർ പിടിച്ചു. ഈ സീറ്റ് പിടിക്കുന്നതിന് മുന്നെയാണ് വയനാട് ഉണ്ടായത്. അദ്ദേഹം അവിടെ വന്നിട്ട് എല്ലാ സംഭവമൊക്കെ എടുത്തു പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഈ ഒരു വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് തികച്ചും പച്ചയായിട്ടുള്ള അവഗണനയാണ്. എല്ലാ സമയത്തും ഈ കേരളം അല്ലെങ്കിൽ ഒരു BJP ഇതര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളോട് BJP സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഒരു അവഗണനയുടെ നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളമായാൽ പോലും മറ്റു BJP ഇതര സംസ്ഥാനങ്ങളായാൽ പോലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയിട്ടുള്ള കനിമൊഴി കേരളത്തിനും അതുപോലെ തന്നെ തമിഴ്നാടിനും വേണ്ടത്ര സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ല, അവഗണന നൽകുന്നു എന്നുള്ള ഒരു
കാര്യം പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഒരു MP, തൃശ്ശൂർ MP സുരേഷ് ഗോപി ചെയ്യുന്നത് എന്താ? കൈമലർത്തി കാണിക്കുകയാണ്. വളരെ വ്യക്തമായിക്കൊണ്ട് കനിമൊഴി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതന്നെ നിങ്ങളിപ്പോൾ ചെയ്തത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്.